Good morning, students. Today we are going to talk about two very important aspects of the journalizing chapter, which are compound journal entries and opening journal entries. The name may sound complicated, but both are very simple aspects. One is compound journal entry and the other is opening journal entry, which you should know in order to journalize the transactions. So first we will discuss about compound journal entries. Okay, so compound journal entry refers to a single journal entry. It is a single entry which is passed to record more than one transactions. Okay, so just look at the highlighted words. It is a single journal entry which is passed to record more than one transaction. എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു എൻട്രി ഉപയോഗിച്ച് ഒന്നിലേറെ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് വിളിക്കുക. സോ ഈ കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്നിലേറെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിലേറെ ഡെബിറ്റ് ആസ്പെക്ട് കണ്ടേക്കാം, അല്ലെങ്കിൽ ഒന്നിലേറെ ക്രെഡിറ്റ് ആസ്പെക്ട് കണ്ടേക്കാം, അതുമല്ലെങ്കിൽ ഒന്നിലേറെ ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്ട്സ് കണ്ടേക്കാം. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി എയ്തർ one or more debit aspects or more than one debit aspects or more than one credit aspect, or it can be both more than one debit aspect and more than one credit aspect. Okay, അപ്പോൾ എന്ന് സംഭവിക്കുന്ന എൻട്രീസിനെ നമുക്ക് കോമ്പൗണ്ട് ജേർണൽ എൻട്രി ഉപയോഗിച്ച് എന്താ പറയുക ക്ലബ് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. ഒരേ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസിന് മാത്രമേ നമ്മൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രി ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ സെയിം ഡേയിൽ തന്നെ രണ്ട് ട്രാൻസാക്ഷൻസ് നടന്നു, അതിൽ സെയിം കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതും പർച്ചേസ് ഫ്രം രാം എന്നുള്ളതും തമ്മിൽ നമുക്ക് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ ഡെബിറ്റോ ക്രെഡിറ്റോ ആസ്പെക്ട്സിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതുക. സോ ഇവിടെ ഓർക്കേണ്ട കാര്യം സിംഗിൾ ജേർണൽ എൻട്രി എന്നുള്ളത് ഓർക്കുക, മോർ ദാൻ വൺ ട്രാൻസാക്ഷൻ എന്നുള്ള ഓർക്കുക. പിന്നെ ഒന്നിലേറെ ഡെബിറ്റ് ആകാം, ഒന്നിലേറെ ക്രെഡിറ്റ് ആകാം, രണ്ടും ആകാം, ഒന്നിലേറെ ഡെബിറ്റും ക്രെഡിറ്റും ആകാം. പിന്നെ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ്, ഒരു പർട്ടിക്കുലർ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലേറെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ് നമ്മൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതുക. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ആളാകാം, അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് ആകാം, രാം ദേവ് എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ആകാം. അയാളുമായി ബന്ധപ്പെട്ട് സെയിം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒന്നിലേറെ ട്രാൻസാക്ഷൻസ് ഉണ്ട് എങ്കിൽ ആ ട്രാൻസാക്ഷൻസിനെ എല്ലാം കൂടി ഒന്ന് ചേർത്ത് നമ്മളൊരു എൻട്രി പാസ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. ഓക്കെ, and the transaction should happen on the same day. എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ക്ലബ് ചെയ്ത് എഴുതുകയുള്ളൂ. So we will look at an example in order to have a better clarity. So started business with cash rupees 12,000, stock rupees 8,000 and furniture rupees 5,000. Started business എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടുത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ആണ് അല്ലേ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നാണെങ്കിൽ ദ ആസ്പെക്ട്സ് ആർ ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, സ്റ്റോക്ക് ആൻഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് ബിസിനസ് തുടങ്ങുകയാണ്. വെൻ someone starts business, definitely the aspect of capital comes into picture. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്രെഡിറ്റ് ആസ്പെക്റ്റിന് എന്താ പറയുക കറസ്പോണ്ടിങ് ആയിട്ട് there are three debit aspects. One is cash, other is stock and other is furniture. എന്തുകൊണ്ടാണ് അതൊക്കെ ഡെബിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓൾ അസെറ്റ്സ് ഹാവ് ഗുഡ് ഡെബിറ്റ് ബാലൻസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുക, ക്യാഷ് വരുന്നു, സ്റ്റോക്ക് വരുന്നു, ഫർണിച്ചർ വരുന്നു അല്ലേ. സോ ഓൾ ദാറ്റ് ഹാവ് ടു ബി ഡെബിറ്റഡ് ബിക്കോസ് ദ വാല്യൂ ഓഫ് ദോസ് അക്കൗണ്ട്സ് ആർ ഇൻക്രീസിങ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് 12,000, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ 8,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് 8,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് 5,000 എന്ന് എഴുതാം. പക്ഷെ എന്തിനാ നമ്മൾ അങ്ങനെ എഴുതുക അല്ലേ, all that are related to capital account, so that we can very well club it, and that's where the significance of compound journal entry arises. I hope you got it. So we debit cash, stock and furniture and write the amounts. Very very important is maybe for you is to understand how it should be recorded in the amount column. Okay, so in the debit amount column you can find it over here. In the debit amount column you write 12,000 against cash, 8,000 against stock and 5,000 against furniture. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ മൂന്നിന്റെയും കൂടി ടോട്ടലാണ് ഈ 25,000 ക്യാപിറ്റലിൽ എഴുതുക. അതായത് ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ഉണ്ട്. ക്യാഷ് ആയിട്ട് 12,000, സ്റ്റോക്ക് ആയിട്ട് 8,000, ഫർണിച്ചർ ആയിട്ട് 5,000. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ്
ഓഫ് എ കോമ്പൗണ്ട് ജേർണൽ എൻട്രി. നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന എക്സസൈസസിൽ നിങ്ങൾ ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് കാണുന്ന ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കിനി അത് ചെയ്യാനായിട്ട്. ഇഫ് യു ഹാവ് ഡൗട്ട്സ് പ്ലീസ് ടു ആസ്ക് മീ. ഓക്കെ. And at another transaction, cash received from Raju rupees 3,600 and goods returned by him 400. Okay, returned by whom? Returned by Raju. Returned by എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചേ? It indicates sales returns, returned by someone to the business. Okay, returned to someone by the business ആണെങ്കിൽ it is purchases returns. ബിസിനസ്സിന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആരോ ബിസിനസ്സിന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, ക്യാഷിന്റെ വാല്യൂ കൂടുന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണമല്ലോ, ഷുവർ ആണ് അല്ലെ. സെയിൽസ് റിട്ടേൺസ് എന്ത് ബാലൻസ് ആണെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ? സെയിൽസ് ഈസ് ക്രെഡിറ്റ് ആൻഡ് സെയിൽസ് റിട്ടേൺസ് ഈസ് ഡെബിറ്റ്. പർച്ചേസസ് ഇസ് ഡെബിറ്റ് ആൻഡ് പർച്ചേസസ് റിട്ടേൺസ് ഇസ് ക്രെഡിറ്റ്. അതങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ സെയിൽസ് റിട്ടേൺസ് ആൻഡ് ഡെബിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ക്യാഷും ഡെബിറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. ഇത് രണ്ടും ആരിൽ നിന്നാണ് സംഭവിക്കുക? രാജുവിൽ നിന്നാണ് സംഭവിക്കുക. സോ ഹി ഹാസ് ടു ബി ക്രെഡിറ്റഡ്. ക്രെഡിറ്റ് ദ ഗിവർ, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് രാജു എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബിസിനസ് 4000 രൂപയുടെ സെയിൽസ് നടത്തിയായിരുന്നു രാജുവിന്. ഓക്കെ, ആ 4000 രൂപയുടെ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. സോ രാജു എന്ന് പറയുന്ന ഒരു ഡെറ്റർ അവിടെ ഉണ്ടായി. ഓക്കെ, സോ രാജു എന്ന് പറയുന്ന ഡെറ്റർ ഉണ്ട്. ബിസിനസ്സിന് 4000 രൂപയുടെ സെയിൽസ് നടന്നു, ക്രെഡിറ്റ് സെയിൽ. അതിൽ 3600 രൂപ രാജു തിരിച്ചു തന്നു. ഓക്കെ, അപ്പൊ രാജു എന്ന് പറയുന്ന ഡെറ്റർ അല്ലെങ്കിൽ രാജു എന്ന് പറയുന്ന അസറ്റ് എത്ര രൂപയായിട്ട് അവിടെ കുറഞ്ഞു? വെറും 400 രൂപയായിട്ട് അവിടെ കുറഞ്ഞു. 3600 രൂപ കുറച്ചു കഴിയുമ്പോൾ ഇനി രാജു എന്ന് പറയുന്ന അസറ്റിൽ നിന്നും ഡെറ്ററിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളത് വെറും 400 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അയാൾ എന്താ ചെയ്തേ? ആ 400 രൂപയുടെ ഗുഡ്സ് കൂടെ അയാൾ തിരിച്ചു തന്നു. ഓക്കെ, സോ 3200 രൂപ ക്യാഷ് ആയിട്ടും തന്നു, 400 രൂപയുടെ ഗുഡ്സും തന്നു. അതായത് ഇനി രാജു എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ ഇല്ല. ഓക്കെ, സോ അസറ്റ് ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റ് എന്ന് പറയുന്ന ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അസറ്റ് ഇല്ലാതാകണമെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ആ കൊടുക്കുക അല്ലെ. സോ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിലും നമ്മൾ റൂൾ വെച്ച് ചിന്തിച്ചാലും നമുക്കറിയാം രാജു എന്ന് പറയുന്ന ഡെബിറ്റ് ആണ്, ഡെറ്റർ ആണ്, അസറ്റ് ആണ്. ഡെറ്ററിന്റെ വാല്യൂ കുറയുമ്പോൾ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ അത് 0 ആണ് ആയത്, എന്നാലും അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ക്രെഡിറ്റഡ്, isn't it? That's why we credit Raju and debit 2 aspects. ഇവിടെ നോക്കിയാൽ 2 ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ട്. So this is also a case of compound journal entry. I hope you understood. Now moving on to the other one, opening journal entry. Opening journal entry എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം the entry passed on the opening date of the business or the starting date of the business. ബിസിനസ് തുടങ്ങുന്ന ഡേറ്റിൽ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രിയാണ് ഓപ്പണിംഗ് ജേർണൽ എൻട്രി എന്ന് പറയുക. ഇതിന്റെ ഒരു പർപ്പസ് എന്താന്ന് പറഞ്ഞാൽ the purpose of it is to bring all the assets and liabilities into the books of accounts with regard to the present year. ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് അസറ്റിനെയും ലയബിലിറ്റിനെയും എല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ് അർത്ഥം. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ എത്തണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ അത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഒരുപക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആവും നിങ്ങൾക്ക് ഇപ്പോൾ. സോ ഓപ്പണിംഗ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ പാസ് ചെയ്യുന്നതാണെന്നും എല്ലാ അസറ്റും ലയബിലിറ്റിയും ഓരോ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ ബുക്കിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് പാസ് ചെയ്യുന്ന എൻട്രി ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് നാച്ചുറലി ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കോമ്പൗണ്ട് എൻട്രി. കാരണം എന്താ? ഒന്നിലേറെ ഡെബിറ്റും ഒന്നിലേറെ ക്രെഡിറ്റും ഒക്കെ ഉണ്ട് അല്ലെ. ബിസിനസ്സിന് ഒന്നിലേറെ അസറ്റ് ഉണ്ട്, ഒന്നിലേറെ ലയബിലിറ്റി ഉണ്ട്. സോ നാച്ചുറലി ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കോമ്പൗണ്ട് എൻട്രി. എങ്ങനെയാണ് ഇത് പാസ് ചെയ്യുക? പാസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം അസറ്റിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണെന്നും ലയബിലിറ്റിക്ക് എല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണെന്നും അല്ലേ. സോ എല്ലാ അസറ്റിനെയും ഡെബിറ്റ് ചെയ്യുക, എല്ലാ ലയബിലിറ്റിനെയും ക്രെഡിറ്റ് ചെയ്യുക. നോർമലി ദ എമൗണ്ട് മാച്ചസ്, അതായത് അസറ്റിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ 1 lakh ആണ് കിട്ടുന്നതെങ്കിൽ ലയബിലിറ്റിയുടെ ടോട്ടലും 1 lakh തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇനി ലയബിലിറ്റി സൈഡിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്യാപിറ്റലായിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ അസറ്റ് സൈഡിലോ ലയബിലിറ്റി സൈഡിലോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അസറ്റ് സൈഡിൽ എങ്ങനെ ക്യാപിറ്റൽ വരുന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ എക്സസ് ഓഫ് ലയബിലിറ്റി അല്ലെങ്കിൽ എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റി എന്നൊക്കെ നമുക്ക് അല്ല പോട്ടെ എക്സസ് ഓഫ് ലയബിലിറ്റി ഓവർ അസറ്റ് എന്നൊക്കെ വേണം നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാപിറ്റൽ ബാലൻസ് ഒക്കെ ചിന്തിക്കാം. അങ്ങനെ വേണ്ട. ഇപ്പോൾ തൽക്കാലം ഓർക്ക് ഡിഫറൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണെന്നും അല്ലെങ്കിൽ ക്രെഡിറ്റ് ആസ്പെക്റ്റിലാണെന്നും അത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതണമെന്ന് ഓർക്കുക. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുക. അസറ്റിനെ എല്ലാം ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അതിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കണം. ഓക്കെ, സോ വെറുതെ ഒരു കുറച്ചൊന്ന് പറയാനാണെങ്കിൽ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബാങ്ക് ലോൺ 1 വർഷം കൊണ്ട് തീരുമോ?
ഇല്ല അല്ലേ, അത് അടുത്ത വർഷമാണ്, 5 വർഷത്തേക്ക് ആയിരിക്കില്ല നമ്മൾ എടുക്കുക. സോ അടുത്ത വർഷവും അത് ലയബിലിറ്റി ആയിട്ട് ബുക്കിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എൻട്രി പാസ് ചെയ്യുക. ഒരു ഫർണിച്ചർ, നമ്മളിപ്പോൾ ഒരു ടേബിൾ, ഒരു ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു വർഷം കൊണ്ട് പോകാനുള്ളതാണോ? അല്ല. ഇറ്റ് ഈസ് ദെയർ ആസ് ഫാർ ആസ് ദ ബിസിനസ് ഈസ് മൂവിങ് ഓൺ ഓർ ഗോയിങ് ഓൺ. ഇഫ് ഇറ്റ് ഈസ് എ മെഷീനറി, കുറേ വർഷത്തേക്ക് നമ്മൾ ഉപയോഗിക്കും അല്ലേ. സോ അതെല്ലാം, ആ അസറ്റ് എല്ലാം ഈ 2020 കൊണ്ട് തീരില്ല. ഇറ്റ് ഈസ് ദെയർ, ഇറ്റ് വിൽ ബി ദെയർ ഇൻ 2021 ആസ് വെൽ. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. സോ ഇനി നമുക്കൊരു ട്രാൻസാക്ഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു സിമ്പിളാണ്. ഞാൻ അവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കുറേ അസറ്റും കുറേ ലയബിലിറ്റിയും തരും. നിങ്ങൾ എന്ത് ചെയ്യണം, അസറ്റിനെ എല്ലാം എടുത്ത് ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. ഈ കേസിൽ ബാലൻസിങ് ഫിഗർ ഒന്നും ഇല്ല. അസറ്റിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60,000 ആണ്. അത് തന്നെയാണ് ലയബിലിറ്റിയുടെ ടോട്ടൽ എടുക്കുമ്പോഴും കിട്ടുന്നത്. ഓക്കെ. സോ ഡെബിറ്റ് ഓൾ അസെറ്റ്സ്, ക്രെഡിറ്റ് ഓൾ ലയബിലിറ്റീസ്, ആൻഡ് ഇഫ് അറ്റ് ഓൾ ദെയർ ഈസ് എനി ബാലൻസ്, show it or depict it as capital account. Okay. So I hope you got both the aspects very clear. One is compound journal entry, wherein we record more than one debit, more than one credit, or more than one debit and credit. Okay. അതാണ് ഇതിന്റെ എക്സാമ്പിൾ. മോർ ദാൻ വൺ ഡെബിറ്റ് ആണ് ഇവിടെ ഉള്ളത്, ഇവിടെയും മോർ ദാൻ വൺ ഡെബിറ്റ് ആണ് ഉള്ളത്. ഇനി ഓപ്പണിംഗ് ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ പാസ് ചെയ്യുന്ന എൻട്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ എന്താ നമ്മൾ പറയുക, അതിൽ എല്ലാ അസറ്റും ലയബിലിറ്റീസും നമ്മൾ കാണിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. കോമ്പൗണ്ട് എൻട്രിയുടെ ഫോമിലാണ് അത് ചെയ്യുക. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞും കാണിക്കും. ഓക്കെ. സോ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഡെബിറ്റ് ഓൾ അസെറ്റ്സ്, ക്രെഡിറ്റ് ഓൾ ലയബിലിറ്റീസ്. ദാറ്റ്സ് ഹൗ വി പാസ് ഓപ്പണിംഗ് ജേർണൽ എൻട്രി. ഐ ഹോപ്പ് ദ ആസ്പെക്ട്സ് ആർ വെരി ക്ലിയർ ടു യു. പ്ലീസ് ടു മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇനി നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാനുണ്ട്. ഓണം വെക്കേഷൻ ആണെന്ന് എനിക്കറിയാം. ഐ നീഡ് എ ബ്രേക്ക് വെരി മച്ച്, ആൻഡ് ഐ ഹോപ്പ് ആൻഡ് ഐ വെരി വെൽ നോ ദറ്റ് യു മേ ബി നീഡിങ് എ ബ്രേക്ക്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇനി പുതിയതായിട്ട് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ വെക്കേഷൻ്റെ സമയത്ത് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സസൈസസ് തന്നെ തരും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ തന്നോളാം. അത് നിങ്ങൾ ഓണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ടൈം ആൻഡ് കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ എൻഗേജ്മെന്റ്സ് ആയിരിക്കും അല്ലേ, എവിടെയും പോകാനൊന്നും പറ്റില്ല. എങ്കിലും ഡൗട്ട്സ് ഉള്ള നിങ്ങൾ മെസ്സേജ് ചോദിക്കുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലി തന്നോളാം. സോ എനിവേ എക്സസൈസസ് ചെയ്യണം. ഞാൻ ഗ്രൂപ്പിൽ keep our group active so that we can communicate and you can raise your concerns. Okay. ഇന്നലത്തെ ഫംഗ്ഷൻ ഒക്കെ നന്നായി പോയി, and thanks for your prayers. So wishing you all a very happy ഓണം. ഓണം എങ്ങനെ ഹാപ്പി ആക്കാന്ന് വെച്ചാൽ വെളിയിൽ പോകുന്നതിൽ മാത്രമല്ലല്ലോ സന്തോഷമുള്ള അല്ലേ, നമ്മളൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് തന്നെ നമുക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും ഉള്ള ഒരു റീസൺ ആണ്. ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ കാശ് മുടക്കിയുള്ള ആഘോഷമൊന്നും വേണമെന്നില്ല. മനസ്സിൽ സന്തോഷമായിട്ടിരിക്കുക. ഓണത്തിന്റെ അല്ലെങ്കിൽ മാവേലി നാടിന്റെ നന്മകളൊക്കെ നമ്മളിൽ ഉണ്ടാവട്ടെ എന്നും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൾ ഗുഡ് വിഷസ് ടു യു ഓൾ. താങ്ക് യു സോ മച്ച്.